ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പാചകം ചെയ്യുന്നത് ഞാനല്ല, അമ്മയാണ്. അല്ലെങ്കിൽ പിന്നെ നീയാണോ ഒന്ന് പാചകം ചെയ്യണമെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. എന്നും ഞാനല്ല ചെയ്യുന്നത്. അങ്ങനെ ഇന്നൊരു പായസത്തിൻ്റെ കഥയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പായസത്തിന് എന്ത് കഥയാന്ന്. അതും ശരിയാ, പായസത്തിന് എന്ത് കഥ. പക്ഷെ പായസം ഉണ്ടാക്കുന്നതിന് പിന്നിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കഥ കാണുമല്ലോ. എന്നാൽ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അതും കാര്യമായിട്ടൊന്നുമില്ല. ചേച്ചി ഇന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്കും ചേച്ചിക്കും കുടിക്കാൻ ഒരുപോലെ കൊതി തോന്നിയൊരു സാധനമാണ് പാൽ പായസം. അത് വെറുതെ അല്ല, ബോളിയിലൂടെ കഴിക്കാനാണ് കൊതി തോന്നിയത്. പിന്നെ ബോളിയൊക്കെ പെട്ടെന്ന് എവിടെ ചെന്ന് വാങ്ങാനാ. അതുകൊണ്ട് അമ്മ പറഞ്ഞു പെട്ടെന്നൊരു പാൽപ്പായസം പിന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പാൽപ്പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മളും വിചാരിച്ചു. ഇതിനി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചിനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ പാൽപ്പായസം. പായസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പം പാൽപ്പായസം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. എന്നാലും പായസം ഉണ്ടാക്കാത്ത അറിയാത്തവർ ഇപ്പോഴും കാണും എന്നെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും അമ്മമാരുണ്ടാക്കി തരുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ നമ്മളുണ്ടാക്കുന്ന പായസത്തിന്. ഇതും പറഞ്ഞ് അമ്മേനെ സോപ്പിടാലോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താ എത്തിയിട്ടുണ്ട്. ഇല്ല, കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ചേച്ചിയും കൂടി ഇരുന്ന് കഴിച്ചു. ഇത് കണ്ടമ്മ അത് പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് റെഡിയാക്കി പായസത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പായസം റെഡിയായി. അപ്പോൾ നമ്മൾ ഇന്ന് പായസം കുടിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.